ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറയുകയാണ്. കക്കാട് നീലകണ്ഠൻ ഓദിക്കൻ തൻ്റെ ഒരനുഭവം ഇങ്ങനെ രേഖപ്പെടുത്തുകയുണ്ടായി. കോഴിക്കോട് ബിസിനസ് നടത്തി വരുന്ന ശ്രീ ഗോപാലൻ ഗുരുവായൂരപ്പൻ്റെ ഒരു പരമഭക്തനാണ്. ഗുരുവായൂരിൽ എല്ലാ മാസവും തൊഴാനെത്താറുണ്ട്. സീസണായാൽ മാങ്ങ കയറ്റി അയക്കലാണ് ജോലി. ഒരിക്കൽ ഗുരുവായൂരിൽ വന്നപ്പോൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു, 3-4 ലോഡ് മാങ്ങ ഡൽഹിക്കും ബോംബെയിലേക്കും അയക്കുന്നതാണ്. ഇപ്പോൾ അയക്കുന്ന മാങ്ങയെല്ലാം അവിടെ എത്തുമ്പോഴേക്കും ചീഞ്ഞളിഞ്ഞു പോകുന്നു. എന്താണ് കാരണമെന്നറിയില്ല. പ്രശ്നപരിഹാരത്തിനായി ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെക്കാൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം പ്രശ്നം വെച്ചപ്പോൾ ഗുരുവായൂരപ്പൻ്റെ എന്തോ സ്വത്ത് അവിഹിതമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അത് മടക്കി കൊടുക്കണമെന്ന് കാണുകയുണ്ടായി. ശ്രീ ഗോപാലൻ വളരെ ആലോചിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നപ്പോൾ അനന്തശയനത്തിനടുത്തു നിന്നും ഗുരുവായൂരപ്പനെ നമസ്കരിച്ചെഴുന്നേറ്റപ്പോൾ 1 രൂപ നാണയം കണ്ടു. ഗുരുവായൂരപ്പൻ തന്ന അനുഗ്രഹമായിരിക്കുമെന്ന് കരുതി അതെടുത്തു കീശയിൽ വെച്ചു വീട്ടിൽ കൊണ്ടുപോയി. പൂജാമുറിയിൽ ഒരു പ്രത്യേക ചേപ്പിൽ അടച്ചു വെച്ചു. നിത്യവും അതിനെ തൊഴാറുണ്ടെന്നും പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ ആ മുതൽ എത്രയും വേഗം കൊണ്ടുവന്ന് പ്രായച്ചിത്തത്തോടുകൂടി ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ പറഞ്ഞു. ശ്രീ ഗോപാലൻ ഉടൻ തന്നെ വീട്ടിൽ പോയി ആ നാണയവും 1 പവൻ സ്വർണ്ണ നാണയവും കൂടി കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു. അതോടെ അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ക്ഷേത്രങ്ങളിൽ നിന്നോ മറ്റു പുണ്യസങ്കേതങ്ങളിൽ നിന്നോ ഒരു ചില്ലി കാശ് പോലും നാം എടുക്കാൻ പാടില്ലെന്ന സത്യം ഇതോടെ ശ്രീ ഗോപാലനും മറ്റുള്ളവർക്കും ബോധ്യമായി. കണ്ടില്ലേ, നമുക്ക് അർഹത ഇല്ലാത്തതായതൊന്നും നമ്മൾ കൈവശപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അതായത് നമ്മളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമല്ലാത്ത ഒന്നും തന്നെ നമ്മൾ കൈവശപ്പെടുത്തി വയ്ക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ പ്രവൃത്തിയാണ്. അത് ക്ഷേത്രങ്ങളിൽ എന്നുള്ളതല്ല, അന്യൻ്റെ ഒരു മുതലും നമ്മൾ കൈവശപ്പെടുത്തി വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കൈവശപ്പെടുത്തി വെക്കുന്ന ഒരു മുതലും നമുക്ക് പ്രയോജനപ്പെടില്ല. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ നമുക്ക് ഉണ്ടാകും. അതല്ലെങ്കിൽ അതിനും ഇരട്ടിയായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പലരും അനുഭവിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ പലരും അത് പുറത്തു പറയാതെയും ഒക്കെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ തങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലമാണ് തങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഒക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചിലർക്ക് മനസ്സിലാവും താൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ നമ്മൾ അർഹിക്കാത്തത് ആഗ്രഹിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത് എന്നൊക്കെ ചിലർക്ക് മനസ്സിലാവും. ചിലർക്ക് അതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കറിയില്ല എന്താണ്, പല ക്ഷേത്രങ്ങളിലും ധാരാളം പൈസയും ധാരാളം സമ്പത്ത് വരുന്നുണ്ട്. അതൊക്കെ എല്ലാം നേരായ വഴി തന്നെയാണോ വിനിയോഗിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ പലതും പല രീതിയിലും ഒരു മോശമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ അനുഭവം അവർക്കുണ്ടാകുന്നുണ്ടാവാം. അവർ അറിഞ്ഞോ അറിയാതെയൊക്കെ അവരത് അനുഭവിക്കുന്നുണ്ടാകാം. അതൊക്കെ ഇല്ലാതിരിക്കട്ടെ. എല്ലാവരും ഈശ്വരനെ വിചാരിച്ചിട്ട് അങ്ങനെയുള്ള മോശം പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാതിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അതിനുള്ള മനസ്സ് വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് പല ആരാധനാലയങ്ങളും ഒരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്, പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട്. പക്ഷേ അത് അങ്ങനെയല്ല വേണ്ടതെന്നാണ്. ഇനിയെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറട്ടെ. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എന്തെല്ലാം മോശമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ദേവാലയങ്ങളൊക്കെ പല അന്ധമായ വിശ്വാസങ്ങളും പറഞ്ഞും പരത്തിയും നമ്മുടെ ആ വിശ്വാസങ്ങളെയൊക്കെ തകർക്കുന്ന വിധത്തിലും, അതുപോലെ വിശ്വാസം
ഇല്ലാത്ത രീതിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന രീതിയിലൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതെ വരട്ടെ. അതുപോലെ തന്നെ പണമുണ്ടാക്കുന്നതിനുള്ളൊരു ഉപാധി എന്ന രീതിയിലൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് ദേവാലയങ്ങളൊക്കെ മാറി കഴിയുന്നുണ്ട്. അതൊക്കെ മാറണം. കാരണം ഇന്ന് നമുക്ക് വളർന്നു വരുന്ന തലമുറ വളരെ മോശം രീതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഇന്നാർക്കും ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനെ ഒരു വിശ്വാസമോ ഭയമോ ഭക്തിയോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. ആ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒക്കെയുള്ള ഒരു മെസ്സേജുകൾ ദേവാലയങ്ങൾ, ആരാധനാലയങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു തലമുറയ്ക്ക് അതൊരു ശരിക്കും ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത് പോലെയാണ് അവരൊക്കെ അതിനെ ഒരു പക്ഷേ കാണുക. അപ്പോൾ അങ്ങനെയൊന്നും അല്ല. നമുക്ക് വേണ്ടത് ഇന്ന് അപകടകരമായ രീതിയിലേക്കാണ് നമ്മുടെ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വളരെ മോശമായ രീതിയിലേക്ക്. അതായത് മയക്കുമരുന്നിനും പല ലഹരിക്കും അടിമപ്പെട്ടിട്ട് യുവത്വങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അപകടകരമായ രീതിയിലേക്ക് എന്തൊക്കെയാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. അച്ഛനെയും അമ്മയും ഒക്കെ കൊല്ലുന്ന മക്കൾ, സഹോദരനെയും സഹോദരിയും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത യുവതലമുറ, എന്തെല്ലാം ക്രൂരകൃത്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇല്ലാതാക്കേണ്ടത്. നമ്മൾ ദേവാലയങ്ങൾ പണമുണ്ടാക്കുന്ന ഉപാധിയായിട്ടൊക്കെ കണ്ട് പലരും, എല്ലാവരും അല്ല, കുറച്ച് നമ്മുടെ സമൂഹത്തിലുണ്ട് ആ രീതിയിലൊക്കെ കാണുന്നവരും. പിന്നെ മതം, ജാതി, ഇതിനൊക്കെയാണ് മുൻതൂക്കം ഇപ്പോഴും കൊടുക്കുന്നത്. അതൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞിട്ടും ഇന്നും അതൊക്കെ പലരും വളർത്തിക്കൊണ്ടിരിക്കുക, അതിനെ വളർത്താൻ നോക്കുകയാണ്. നമുക്കിതൊന്നും അല്ല ആവശ്യം. എല്ലാ മതസ്ഥരും അവരവരുടെ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരവരുടെ ആ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ള തത്വങ്ങളെ ശരിയായി പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക, ശരിയായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. തെറ്റായ ചില പഠനങ്ങളാണ് പലപ്പോഴും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അത് കുറേ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്കൊക്കെ മാറുന്ന രീതിയിലേക്കുള്ള പഠനങ്ങളും, പിന്നെ മതത്തെ വളർത്തുക, ജാതിയെ വളർത്തുക, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയം വളർത്തുക, ഇതൊക്കെയാണ് പലരും ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതൊന്നും അല്ല. നമുക്ക് വേണ്ടത് നല്ലൊരു സമൂഹത്തെയാണ്, നല്ല തലമുറയാണ്, നല്ല യുവാക്കളെ, നല്ല പൗരന്മാരെ സൃഷ്ടിക്കണം നമുക്ക്. അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതിനൊക്കെ ദേവാലയങ്ങളിൽ നമ്മുടെ ഓരോ മതത്തിലും, ഏത് മതത്തിലെ ആയാലും എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള തത്വങ്ങളെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അതിലൂടെ ഓരോ നല്ല വ്യക്തികളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെയൊക്കെ അറിവില്ലായ്മയെ മുതലെടുക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മോശം മനസ്സോടെ, മോശം പ്രവൃത്തിയോടെ നമ്മളെ സമീപിക്കാൻ ഇരിക്കുന്നവർ. അതൊക്കെ നമ്മുടെ അറിവില്ലായ്മയെ ആണ് അവർ മുതലെടുക്കാൻ കാരണമാവുകയാണ്. അപ്പോൾ അതൊന്നും എങ്കിലുമുള്ള ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ശരിയായ പഠനങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് ഓരോ അറിവും നമുക്ക് ഗുണകരമാകുന്ന രീതിയിലായിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് മറ്റ് വിശ്വാസങ്ങളെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക. അല്ലാതെ വർഗീയതയ്ക്കോ അല്ലെങ്കിൽ ജാതി ഭേദം പറയാനോ ഒന്നുമല്ല നമ്മൾ മുതിരേണ്ടത്. അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇന്ന് അപകടത്തിലേക്ക് പോകുന്ന ഈ തലമുറയെ രക്ഷിക്കാൻ നമ്മളെല്ലാവരും ഒന്നാകണം. അതിന് നമുക്ക് ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക. അപ്പോൾ അതിനു വേണ്ടിയായിരിക്കണം നമ്മളുടെ ആരാധനയും നമ്മൾ ഈ ഓരോ മതഗ്രന്ഥങ്ങളും പഠിക്കാനും ഒക്കെ. അല്ലാതെ വർഗീയതയ്ക്കോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വളർച്ചയ്ക്കോ എന്ന ലക്ഷ്യം വെച്ചായിരിക്കരുത്. എല്ലാവർക്കും നേരായ പഠനം ഉണ്ടാകട്ടെ. അതിനെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്കും ഇതുപോലുള്ള അറിവുകൾ കിട്ടുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കുക. തീർച്ചയായിട്ടും അത് കമൻ്റായോ മറ്റോ നിങ്ങൾ രേഖപ്പെടുത്തുക. അത് നമുക്ക് വീഡിയോയിലൂടെയൊക്കെ ഉൾപ്പെടുത്താം. എല്ലാവർക്കും അത് ഷെയർ ചെയ്യാം. എല്ലാവരിലേക്കും ആ സന്ദേശങ്ങൾ എത്തിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഹരേ കൃഷ്ണ.